താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 ശരി. രണ്ടാമത്തെ ചോദ്യം ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം 1928, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബി സി ഡി ശരി. മൂന്നാമത്തെ ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക. ആര്യസമാജം രാജാറാം മോഹൻ റോയ്, സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2, 3, 4 ശരി. അമേരിക്കൻ കോളനിയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ശരിയായ ഉത്തരം 1753 പാരീസ് ഉടമ്പടി. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഏഷ്യ. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 10. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹോക്കി. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഉദ്യോഗ സംവരണം. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. മൂല്യം രേഖപ്പെടുത്താറില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 3 എന്നീ പ്രസ്താവനകൾ ശരി. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വധം ഏതാണെന്ന് തിരിച്ചറിയുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ചിനൂക്ക്. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 6:30 AM. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മാൻഡമസ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചൂടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ M. S. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചോളം. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവ് ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി കൂട്ട്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2100 കലോറി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചൂടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യം, ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക്, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? രാജ്യത്തിനു വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, only 1 and 2. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ് 1, 2 and 3. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, only 1 and 2. റദ്ദ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. ചൂടെ ചേർക്കുന്നതിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, only 1 and 2. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമുണ്ട്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, only 2 and 3. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് സംഘടിപ്പിച്ചത്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, only 1 and 3. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓൾ ഓഫ് ദി അബവ്. രണ്ടായിരത്തി 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? G20യുടെ 18ാമത് ഉച്ചകോടിയായിരുന്നു ഇത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, only 1 and 2. കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സിറോഫ്താലിം എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിറ്റാമിൻ എ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോയുടെ വാഹകരായ അനോഫിലിക്സ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മലമ്പനി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പാൻക്രിയാസ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ചന്ദ്രയാൻ ദൗത്യത്തിന് പിന്നിൽ റോക്കറ്റ് വനിത. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഋതു കരുതാൾ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദവും കൂടുതൽ ആയതിനാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. മുപ്പത്തേഴാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തു. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്ലോറോഫോം. 39 ക്യാൻസൽ, 40 ക്യാൻസൽ. 41ാമത്തെ ചോദ്യം. 41ൻ്റെ ആൻസർ സി. 42 എ, 43 സി. 44 ബി. 45 ഡി. 46 ഡി. 47 ബി. 48 സി. 49 ഡി. 50 ഡി. അമ്പത്തൊന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ശരിയ ഉത്തരം ഓപ്ഷൻ സി, ക്ലാസ് സി. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസമാണ് ഓപ്ഷൻ എ, ഉത്പാദനം.
താഴെ പറഞ്ഞതിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിജൻ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഈഥൈൽ മെർക്യാപ്റ്റൻ. 55ാമത്തെ ചോദ്യം. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ബ്യൂട്ടേൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 9. MSDSൻ്റെ പൂർണ്ണരൂപം എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തിയണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്. ഓപ്ഷൻ സി ഫ്ലാഷ് പോയിന്റ്. TEC ടെർണറി യൂട്ടിലിറ്റി ക്ലോറൈഡിലെ ഘടകങ്ങൾ ഏവ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2260. പ്രഥമ ശുശ്രൂഷണിൽ DRAB എന്നതിൻ്റെ ഫുൾ ഫോം ആണ്. ഓപ്ഷൻ എ ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. 62ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്? ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകളില്ലാതെ സംരക്ഷിക്കുക, അപകടങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് സഹായിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് കാരണം കൊണ്ടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശക്തമായ തണുപ്പ് മൂലം. സ്കാൽഡ് എന്നാൽ എന്ത്? നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവ്. മാക്സിമം ഇൻഹലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ്. ഓപ്ഷൻ ബി വൈറ്റൽ കപ്പാസിറ്റി. ഹൈപ്പോക്സിയയ്ക്ക് കാരണം? ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 68ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? ഓപ്ഷൻ ബി സ്റ്റെപ്സ് ബോൺ. 69 ക്യാൻസൽ, 70 ക്യാൻസൽ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രൈവറ്റ് സർവീസ് വാഹനം. ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലും ഉള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങൾ എന്ന് നിർവചിച്ചിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ M3. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 365. ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും ഓപ്ഷൻ ഡി വെള്ള പ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം? ഓപ്ഷൻ ബി പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. 76 ക്വസ്റ്റ്യൻ ക്യാൻസൽ. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്ന രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് അപേക്ഷിക്കാവുന്നതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 60. വാഹനം ഒരു സ്ഥലത്ത് എത്ര മിനിറ്റിലധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും എത്ര മീറ്റർ മുമ്പിലും പുറകിലും വയ്ക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 20. മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിപ്പിച്ച് പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്നും ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 50 മീറ്റർ. പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 5 മീറ്റർ. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ 5 മീറ്റർ. എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 80 km/മണിക്കൂർ. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ. സ്കൂൾ ബസ്സുകളുടെ EIB പരമാവധി വേഗത പരിധി 50 km/h ആണ്. സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി 50 km/h ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഓപ്ഷൻ എ 6 ലൈൻ റോഡിലെ പരമാവധി വേഗത 110 km/h ആണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി വേഗത പരിധി 80 km/h ആണ്. ശരിയായ ഉത്തരം 1 ശരി, 2 തെറ്റ്. ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അൺലാഡ് ആൻഡ് വെയിറ്റ്. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച അധികാരിക രേഖ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പെർമിറ്റ്. ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികളിൽ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കുന്ന നിയമ നടപടികൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി. വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്ക് പറ്റി വീണെടുക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രിക്ക് പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാലു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4 മാത്രം. ഗുഡ് സമ്മറ്റനായ ഒരാളുടെ അവകാശപ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്ന് പോകാം. തൊണ്ണൂറ്റിരണ്ടാമത്തെ ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. NHA ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം. ഓപ്ഷൻ ബി ഫാസ്ടാഗ്. ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനയിൽ കുറ്റമെന്നത്. ഓപ്ഷൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 2, 3, 4 ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്ന കുറ്റം. തൊണ്ണൂറ്റഞ്ച്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായി നിയമപരമായി സമർപ്പിക്കാവുന്ന മാർഗം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വൈറ്റ് ഡെസിബൽ dB എന്നതിൻ്റെ യൂണിറ്റാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശബ്ദത്തിൻ്റെ യൂണിറ്റ്. 97ാമത്തെ ചോദ്യം. VLTD എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ്, ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടത്. 99. സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ്? വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു. 100ാമത്തെ ചോദ്യം. കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കാരിയേജ് ബസ്സുകളിൽ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി